കഴിഞ്ഞ ദിവസേ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചു, കൂട്ടുകാരിയുടെ അമ്മായിയമ്മ, ഭർത്താവിന്റെ അമ്മ തന്നെ സംസാരിക്കുക അതെന്നാടീന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, അതിന് വല്ല മാനസിക രോഗമാണോടി, അതിങ്ങനെ എപ്പോഴും സംസാരിച്ചോണ്ട് നടക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെ എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി പേരെ എന്ന് ഞാനിങ്ങനെ പറയുകയും ചെയ്തു. അപ്പം അത് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ കുറെ ഈ ഓരോരുത്തരുടെ ഇങ്ങനെ ഈ മനഃശാസ്ത്രപരമായിട്ടൊക്കെ ഉള്ള കുറെ പേരുടെ ഇതൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഇങ്ങനെ തന്നെ സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ കുറിച്ച് കുറെ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളും കണ്ടിട്ടില്ലേ അങ്ങനെയുള്ളവരെ? ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്തുണ്ട്. ആ ചേച്ചി ഇങ്ങനെ പള്ളിയിൽ പോണ വഴിക്ക് തന്നെ വർത്താനവും പറഞ്ഞുകൊണ്ട് പോകും. അപ്പൊ ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ മിറ്റമൊക്കെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുള്ള ഈ ചേച്ചി ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുന്നതായിരിക്കും എന്ന് ഓർത്തെ. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ചേച്ചി തന്നെയാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. തന്നെ ഇങ്ങനെ കഥകളെല്ലാം വീട്ടിലെ കാര്യങ്ങളും ഒക്കെയാണ് ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത് അധികവും. അപ്പം അങ്ങനെ ഉള്ളവര് ചില അച്ഛന്മാരും അങ്ങനെ തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നവരുണ്ട്. ചിലർ മൂളിപ്പാട്ടൊക്കെ പാടിപ്പോകുന്ന നമ്മൾ കണ്ടിട്ടില്ല, അതൊക്കെ സാധാരണ. പക്ഷെ ഈ തന്നെ സംസാരിക്കുക എന്നുള്ളത് ഒത്തിരി പേർക്കുണ്ട് അല്ലേ. അതായത് ഒരു പ്രായം കഴിഞ്ഞ ഒരു 60 വയസ്സൊക്കെ കഴിയുന്നവരാണ് അധികം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഈ വീട്ടുകാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത്. അതായത് ഇങ്ങനെ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരുടെയും മക്കളുടെ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് ഇവരിങ്ങനെ അധികം സംസാരിക്കുന്നത്. അവരോട് പറയാനുള്ളത് ഇവർ സ്വയം പറയുന്നതാണ്. ആ മനസ്സിലുള്ള വിഷമങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു തീർക്കണമല്ലോ. അപ്പൊ അവര് ചെയ്യുന്നത് മാർഗമാണ് അവര് തന്നെ സംസാരിക്കുകയാണ്. അതിൽ നിന്നൊരാശ്വാസം കണ്ടെത്തും. ആരും കേൾക്കണം എന്നൊന്നുമില്ല. ചിലർ അടുക്കളയിൽ പണിതുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ സംസാരിക്കും. അപ്പം ഭർത്താക്കന്മാർ ചിലർ ചോദിക്കും, നീ ആരോടാടി ഈ പറയുന്നതെന്ന് ചില ഭർത്താക്കന്മാർ ചോദിക്കും. മക്കളാണെങ്കിൽ ചോദിക്കും, അമ്മ എന്നെ ഈ തന്നെ ഇരുന്ന് പിറുപിറുത്തോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. അതായത് ഇവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ മക്കളും കേൾക്കുന്നില്ല, ഭർത്താവും കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ ഇവരാരോട് പറയും? ഇവർ സ്വയം പറയും. കാരണം ഇവർക്കൊരു ഉദാഹരണമായിട്ട് ഒരു തലവേദന വന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു തലവേദന കാര്യം. ഭർത്താവ് അത് മൈൻഡ് ചെയ്യില്ല, അത് പൊക്കോളൂ എന്ന് പറഞ്ഞു. മക്കളോട് പറഞ്ഞു കഴിയുമ്പോൾ മക്കൾ അത് ഒട്ടും ചെവിക്കൊണ്ടില്ല. അങ്ങനെ വരുമ്പം അവര് ആ വേദന പിടിച്ചിട്ട് എനിക്കിങ്ങനെ വേദനയാണ്, ഞാൻ ആരോടെല്ലാം പറഞ്ഞു ഇങ്ങനെ കടന്ന് കിണുകിണൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവർ ഈ കാണിക്കുന്ന വിഷമങ്ങൾ. അവർക്ക് ആരോടെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ ഒരാളുണ്ടെങ്കിൽ ഇവരുടെ ഈ വിഷമങ്ങൾ പകുതിയും കുറയും. പക്ഷെ ആരും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇവരിങ്ങനെ കിടന്ന് ഈ സങ്കടങ്ങൾ അവർ പറഞ്ഞ് തീർക്കുന്നതാണ്. അപ്പം ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും, എല്ലാ പ്രായത്തിൽ വെച്ചാൽ ഒരു 60 വയസ്സ് കഴിഞ്ഞ് മിക്കവർക്കും തന്നെ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ആരെങ്കിലും കേൾക്കാനുള്ളവർ മാത്രം ഇങ്ങനെ പറയില്ല. പിന്നെയുണ്ട് ഈ ചില വീട്ടിലെ കൊച്ചുമക്കളെ ഒക്കെ വളർത്തുന്നത് ഇവരായിരിക്കും. അപ്പൊ ഈ കൊച്ചുമക്കളെ ഇങ്ങനെ സാധാരണ വലിയ മനുഷ്യർക്ക് തന്നെ കുറച്ചു നേരം മക്കളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് വരും അല്ലെ. അപ്പം ഈ പ്രായമായ അമ്മയും അച്ഛനും കൂടെ മക്കളെ നോക്കുമ്പോൾ അവരുടെ പുറകെ ഓടി നടന്ന് കുറെ കഴിയുമ്പോൾ മടുത്ത് കഴിയുമ്പോൾ അതിനും ഇങ്ങനെ ഇരുന്ന് പിറുപിറുക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. കാരണം അവരുടെ ജീവിതം മുഴുവൻ ഇവര് 3, 4, 5 ഒക്കെ മക്കളെ വളർത്തവരായിരിക്കും. അപ്പം ഈ പിന്നെയും ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും മക്കളെ നോക്കുക എന്ന് വെച്ച് കഴിയുമ്പം അവർക്കത് സഹിക്കാൻ പറ്റുന്ന കേസല്ല. അവർക്ക് പറ്റുന്നല്ല, അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥ അത് തന്നെയാണല്ലോ. അവർക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല അവരുടെ ശരീരം. അപ്പൊ അവർക്ക് പിന്നെ ക്ഷീണം ഉണ്ടാകുമ്പോഴും അവർക്ക് ഈ ദേഷ്യം വരുമ്പോൾ അവര് അത് പ്രകടിപ്പിക്കുന്നതാണ് ഈ പിറുപിറുത്തോണ്ട്. അത് ആരോടെങ്കിലും പറയാതെ അവർ അന്തരീക്ഷത്തിലേക്ക് അവരങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ സ്വയം അവനവന്റെ ദുഃഖങ്ങൾ പറഞ്ഞ് പെറുകുന്നത്. തന്നെ താമസിക്കുന്ന സ്ത്രീകളും തന്നെ താമസിക്കുന്ന പുരുഷന്മാർക്കും ഇത് കൂടുതലായിരിക്കും. അവരുടെ വിഷമങ്ങൾ അങ്ങ് പറയും. അതൊരാശ്വാസം കണ്ടെത്തുന്ന മാർഗങ്ങളാണ്. പിന്നെ ഇത് നമുക്കൊന്നും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോ കുറെ കാലം കഴിയുമ്പോൾ ഞാനും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നെ ഭ്രാന്താണോ എന്ന് മക്കൾ ചിന്തിക്കാനും സാധ്യത കൂടുതലാണ് അല്ലെ. എപ്പോ വേണേലും ആർക്ക് വേണേലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരാം അല്ലെ. അപ്പം അതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. പിന്നെയുണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, കുക്കിംഗ് ആണെങ്കിൽ ഇഷ്ടമുള്ള ഒരു കുക്ക് ചെയ്യുകയോ അത് കഴിക്കുകയോ, അതേപോലെ പുറത്തൊക്കെ പോവോ, പുറത്ത് കൂട്ടുകാരോട് കൂട്ടുകൂടി നടക്കുവോ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് നല്ല കൂട്ടുകൂടിയിരിക്കുകയോ മക്കളുമായിട്ട് നല്ല കൂട്ടുകൂടിയൊക്കെ ഇരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ പണ്ട് ഒക്കെയുള്ള അമ്മമാരൊക്കെ ചൂലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണ കാണാമല്ലേ. ചൂല് കെട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഈ എന്താ പറയണ ഓല മെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലെ. എന്തെങ്കിലും കൈകൊണ്ടൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു.
ഇന്നിപ്പം ഉള്ള അമ്മമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മമാര് സീരിയൽ കാണലാണ്. ഇന്നിപ്പോ സീരിയലും കുറഞ്ഞു വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും 7:30 ആകുമ്പോഴത്തേനും അമ്മമാര് റെഡിയായി സീരിയല് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്നതും ഒക്കെ ചിലപ്പം ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ അല്ലേ? അപ്പം സീരിയലൊക്കെ കാണുന്നത് നല്ലതാണ്. കാരണം അതിലേക്കൊരു ശ്രദ്ധ മാറിപ്പോകുമ്പം അവർക്ക് ഒരു മനസ്സിനൊരു ശാന്തി, അതേ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കും. പക്ഷെ അതിൽ ഇങ്ങനെയുള്ള അമ്മായിമ്മ പോരോ അല്ലെങ്കിൽ പോരുകുത്തുന്നതോ കാണുമ്പോൾ അത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കാനും എളുപ്പമാട്ടോ. അതും കൂടെ ഉണ്ടൊരു കുഴപ്പം. അതായത് ഇപ്പം വീട്ടിലെ മരുമകളൊക്കെ ജോലിക്ക് പോയൊക്കെ അമ്മ തന്നെ ഉള്ളുവെങ്കിൽ ഇങ്ങനെ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ഉള്ളിന്റെ ഉള്ളിൽ മരുമകളോടൊരു പോര് കുത്താനുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇല്ലേ? പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗാർഡൻ ഈ പൂക്കൾ വെച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പൂക്കളൊക്കെ വെച്ച് ഈ ദൈവങ്ങൾക്കൊക്കെ മാലയൊക്കെ കെട്ടിയിടുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു മാറ്റം വരും എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഇവർക്കൊരു കൂട്ടുണ്ടെങ്കിലും മതി, ആരെങ്കിലും ഒരു കൂട്ടുകാരെ കിട്ടിയാലും മതി. സമപ്രായക്കാരായവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം അവരോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളൊക്കെ തീരും. പിന്നെ ഇത് വലിയ രോഗമായിട്ട്, മാനസിക രോഗമായിട്ട് മാറുന്ന ചില ഇതുണ്ട് കേട്ടോ, സംസാരങ്ങളുണ്ട്. അതാണോ എന്ന് ശ്രദ്ധിക്കണം. അത് ചികിത്സ തന്നെ ചെയ്യണം. അല്ലാതെ ഈ സാധാ രീതിയിലുള്ള വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇരുന്ന് പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ലാത്ത കേസാണ്. അത് അമ്മമാർക്കൊരു ഇച്ചിരി അമ്മമാരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് തോന്നിയാൽ മതി. അവർക്ക് എപ്പോഴും ഈ അസുഖങ്ങളെ പറയാനൊക്കെ ആയിരുന്നു അധികവും ഇഷ്ടം. ഈ അമ്മമാരെ അച്ഛന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് അധികം ഈ രോഗങ്ങളുടെ കാര്യം, അവർക്കുള്ള രോഗങ്ങളെയാണ് അധികം അവർ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു രോഗമുണ്ട്, വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, വയറിനകത്തൊരു വേദനയുണ്ട്, പുറം വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടുവേദന എന്ന് പറഞ്ഞാൽ അവർക്കില്ലാത്ത അസുഖങ്ങളില്ല. അതൊക്കെ ഒന്ന് കേൾക്കുക. ഒരു ചുമ്മാ വിറ്റാമിൻ ഗുളിക അല്ലെങ്കിൽ ഒരു മീൻ ഗുളിക മേടിച്ചു കൊടുത്താലും അവർക്ക് അസുഖങ്ങൾ തീരും. അവർക്കന്ന് വിശ്വസിച്ചാൽ മതി അവർ അസുഖം പോയിന്ന്. മരുന്ന് മേടിച്ചു നിന്ന് കൂട്ടിയാൽ മതി. അങ്ങനെയുള്ളവർ കൊണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരുടെ അമ്മയ്ക്ക് മരുന്ന് കഴിച്ചാൽ മതി, അസുഖം പോവും. എന്തെങ്കിലും മരുന്ന് മേടിച്ചോണ്ട് കൊടുത്താൽ മതി. അതിന് മരുന്ന് മേടിച്ചോണ്ടത് ആ വേദനയാന്ന് പറയും. പുള്ളിക്കാരി കടയിൽ പോയിട്ട് ഒരു ബി കോംപ്ലക്സിന്റെ ഗുളികയോ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. എന്നിട്ട് പറയും കൃത്യമായിട്ട് 2 നേരം കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോകും. അത് തീർന്നു കഴിയുമ്പോഴത്തേനും പറയും ആ വേദന കുറഞ്ഞു കേട്ടോ, നന്നായിട്ട് പോയി എന്ന് പറയും. അങ്ങനെ ഉള്ള അമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഉള്ളു ഇവരുടെ ചികിത്സ. ഇവരെ ഒന്ന് നമ്മളൊന്ന് മൈൻഡ് ചെയ്യുക, അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അവരെയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക, നമ്മൾ പോകുമ്പോൾ ഒക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹം. അവരുടെ ജീവിതം ഏതാണ്ട് പകുതി കഴിഞ്ഞു, തീരാറായി എന്നൊക്കെ പല ചിന്തകളുമായിരിക്കും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഇല്ലേ? അപ്പം ഇനി എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എന്നെ ആരും നോക്കണില്ല, എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് ഓടി നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയും വരും. പിന്നെ മറവി രോഗം കൂടെ കയറി പിടിക്കും, പറഞ്ഞതും മറന്നുപോകും. അങ്ങനെയും ഒരു കുഴപ്പം വരും. പിന്നെ ഉള്ള കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ കാര്യം മാത്രമേ ഓർക്കുള്ളൂ, പഴയ കാര്യങ്ങൾ എല്ലാം മറന്നു പോകും. പിന്നെ ചിലർക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ഇപ്പോഴത്തെ കാര്യം മറന്നു പോകും. അങ്ങനെയും കുറച്ച് പേർക്ക് വരും ഇല്ലേ? അപ്പോഴൊക്കെ ചിന്തിക്കണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില അമ്മമാര് എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ കണ്ണടയോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവച്ചിട്ട് മറന്നുപോകും. എന്നിട്ട് പിന്നെ അത് തപ്പി 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 ഇങ്ങനെ പുറത്തോണ്ട് നടക്കണം കണ്ടിട്ടില്ലേ? വീടിനകത്തോടെ മുഴുവൻ തപ്പിക്കൊണ്ട് നടക്കും. എന്നിട്ട് ഞാനിവിടെയായിരുന്നു വെച്ചേ, ഞാൻ അവിടെയാ വെച്ചേ, ആരെങ്കിലും എടുത്തോ, ആരെങ്കിലും കുറെ പിള്ളേരുടെ പേരും ഒക്കെ പറഞ്ഞിട്ട് അവരെടുത്ത് കാണും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ചേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പണ അമ്മമാരും ഉണ്ടല്ലേ? അത് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ ഇവരെ ഒന്ന് അംഗീകരിക്കാനും ഇവരെ ഒന്ന് ചേർത്ത് നിർത്താനും ശ്രമിച്ചാൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമങ്ങളൊക്കെ തീരും. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക, ഏതെങ്കിലും ഒരു പാർക്കിലോ ഒരു കടൽത്തീരത്തോ ഒക്കെ നമ്മൾ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കുറച്ചൊന്ന് കാണിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ചിന്താഗതികൾ മാറും. പിന്നെ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കണവരാണ് അതിനൊന്നും നിരുത്സാഹപ്പെടുത്തരുത്. മക്കൾക്ക് സ്കൂളുണ്ട്, മക്കൾക്ക് പരീക്ഷയാണ്, അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് മക്കളുടെ പഠിത്തം പോകും എന്നൊന്നും പറയാതിരിക്കുക. കാരണം അവർക്കാകെ കണ്ട് മനസ്സിനൊരു സന്തോഷം തരുന്ന ഈ അവസ്ഥകളൊക്കെ ഉള്ളൂ അല്ലെ, സീരിയലൊക്കെ ഉള്ളൂ. അപ്പം പരമാവധി ഓളിയം കുറച്ച് വെച്ച് കേൾക്കാനൊക്കെ പറയുക. ചില അമ്മമാർക്ക് ചെവിയും കേൾക്കില്ലാണ്ടായി പോകും, അപ്പോൾ പെട്ടുപോകും. അപ്പോൾ ഓളിയത്തിൽ തന്നെ വെക്കേണ്ടി വരും. അത് അഡ്ജസ്റ്റ് ചെയ്യുക, അതേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ? പിന്നെ ഈ കൈ കൊണ്ടൊക്കെ എന്തെങ്കിലും പച്ചക്കറിയോ കറികളോ ഒക്കെ അരിയോ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരണം അവര് തന്നെത്താൻ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ പിറുപിറുക്കലും ഇതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആക്റ്റീവായിട്ട് നടന്നിട്ട് പെട്ടെന്ന് അവർക്ക് ഒരു വയ്യായോ വരുന്നുണ്ടെന്നൊരു ഫീലിംഗ് കൂടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും.
പണ്ട് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടാണ് ഇപ്പം എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എന്നെ കൊണ്ട് പറ്റണില്ലല്ലോ എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഇവർക്ക് ഈ അധികവും ദേഷ്യവും ഇങ്ങനെയുള്ള പുറകുറുക്കലും ഒക്കെ കൂടി വരുന്നതെന്നാണ് പറയുന്നത്. അവർ ആക്റ്റീവ് അല്ലാണ്ട് എനിക്കത് സാധിക്കണില്ല, എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുകയാണ്, ഞാൻ ആർക്കും ഒന്നും അല്ല എന്നൊരു ചിന്താഗതിയും കൂടെ അവരുടെ ഉള്ളിൽ വരും എന്നാണ് പറയുന്നത്. അത് പ്രായമായി കഴിയുമ്പോൾ. കാരണം മറ്റുള്ളവരെല്ലാം ഓടിപ്പാഞ്ഞു നടക്കണു, ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. എൻ്റെ ഭർത്താവിനാണെങ്കിലും പണ്ട് കാലം തൊട്ട് ഭർത്താവ് ചിലപ്പോൾ ഒരു വക ചെയ്തു കൊടുക്കില്ലാത്ത ആളും കൂടെ ആണെങ്കിൽ തീർന്നു. പണ്ടത്തെ കാരണന്മാരങ്ങനെയല്ലേ, ചായ എടുത്തോടി, പഞ്ചസാര ഇട്ടോടി എന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരും ഉള്ള കാരണന്മാരല്ലേ ഉള്ളൂ. എല്ലാത്തിനും മുമ്പസ്തു വരരുത്, പുറവസ്തേ നിൽക്കുക, അങ്ങനെ. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ.